ഇന്നലെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് സുരേഷ് ഗോപിയുടെ ആ നിലവിട്ടുള്ള പ്രതികരണമായിരുന്നല്ലോ. കൈരളിയെ ചീത്ത വിളിക്കുന്നു, ജോൺ ബ്രിട്ടാസിനെ ആക്ഷേപിക്കുന്നു, അങ്ങനെ നമ്മൾ കുറെ കണ്ടതാണ്. സുരേഷ് ഗോപിയിൽ നിന്ന് നേരത്തെയും ഉണ്ടായതാണ്. ഇത് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനൊക്കെ ഇന്നലെ കൈരളിയെ കണ്ടപ്പോൾ അതിന്റെ ഒരു ക്ഷോഭം തീർത്തതാണ്. എനിക്ക് ആദ്യം വലിയ പ്രതിഷേധവും ദേഷ്യവും ഒക്കെ തോന്നിയിരുന്നു, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. പിന്നീട് ഞാൻ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യത്തിൽ ദേഷ്യമല്ല അദ്ദേഹത്തോട് തോന്നേണ്ടത്, സഹതാപമാണ് അദ്ദേഹം അർഹിക്കുന്നത്. കാരണം മറ്റേതോ ഒരു ലോകത്തിലാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളോട് സ്വാഭാവികമായി നമ്മൾ സഹതാപത്തോടെയാണ് പെരുമാറേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യമെന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയോട് ചോദിച്ചത്. അപ്പോഴാണ് ആ ദേഷ്യപ്പെടൽ, ആ ഭീഷണി ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ അവരുടെ നിലപാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്നാണ്. ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായപ്പോൾ മുനമ്പത്ത് കൈയടിച്ച കുറേ മനുഷ്യരുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പുരോഹിതന്മാർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ഈ അധിക്ഷേപം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമാത്രമല്ല, ആ വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം 2 സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും, അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. പാതിരാത്രിയുടെ മറവിൽ ആ പ്രമേയം അവതരിപ്പിച്ചത്. ഇതിപ്പോൾ പറ്റില്ല, പുലർച്ചെ അവതരിപ്പിക്കണം, അതായത് പകൽ അവതരിപ്പിക്കണം, ചർച്ച വേണമെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ അതിനൊന്നും അവർ തയ്യാറായതുമില്ല. നോക്കൂ, 200-ലധികം പള്ളികൾ തകർക്കപ്പെട്ട, നിരവധി ക്രൈസ്തവർ അടക്കമുള്ള മനുഷ്യർ വഴിയാധാരമായ, ഇപ്പോഴും കലാപം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടിനെ ഇരുട്ടിന്റെ മറവിൽ സഭയിൽ പ്രമേയം അവതരിപ്പിച്ച് തടിതപ്പുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ക്രൈസ്തവരോട് നൽകുന്ന സന്ദേശം എന്താണ്? ഓർക്കേണ്ടതാണ് വഖഫിന് കൈയടിക്കുമ്പോൾ. വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി മുനമ്പം സന്ദർശിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർച്ചന, സുരേഷ് ഗോപി ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നു, നമ്മളും പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നും ദേഷ്യപ്പെടലുകളും ഭീഷണിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചത് വിഷയമല്ല. കാരണം അവിടെ തുറന്നു കാട്ടപ്പെടുന്നത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയാണ്. നമ്മുടെ ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. നമ്മൾ ചോദിക്കുന്നത് ഈ നാട് ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായും മനു, സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരത്തിലൊരു പ്രകടനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പത്രസമ്മേളനത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും പോകുന്നതും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നതും. ഇന്നലെ സംഭവിച്ചതും അത് തന്നെയാണ്. എപ്പോഴൊക്കെ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ഇത്തരത്തിലൊരു ഹീറോ പരിവേഷത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. എന്തായാലും ഇന്ന് അദ്ദേഹം മുനമ്പത്ത് എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ആ സമയം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉന്നയിക്കപ്പെടും, നമ്മളും ചോദിക്കും. എന്തായാലും അതിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ മാധ്യമങ്ങളെ അവഹേളിക്കുന്നതിൽ അദ്ദേഹത്തിന് മാപ്പ് പറയുന്ന ശീലമോ അല്ലെങ്കിൽ അതിലൊരു കുറ്റം സമ്മതിക്കുന്ന രീതിയൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. വീണ്ടും അത് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാപ്പ് പറയലമോ അത്തരത്തിൽ പരസ്യമായി മാപ്പ് പറയുന്ന പ്രകടനമോ ഒന്നും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ വലിയ വിമർശനമാണ് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള ഈ അവഹേളനവും അധിക്ഷേപത്തിനുമെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഒപ്പം പത്രപ്രവർത്തക യൂണിയൻ എല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഹീറോ പരിവേഷത്തിൻ്റെ കെട്ടിൽ ഇതുവരെ സുരേഷ് ഗോപി ഇറങ്ങി വന്നിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും അദ്ദേഹം പറയുന്നില്ല എന്നാണ് ഇത്തരത്തിൽ വിമർശനമായി പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കൈരളിയോടാണ് അദ്ദേഹം എപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിൽ രോക്ഷാകുലനായും അതുപോലെ അധിക്ഷേപമായും ഇവിടെ നോക്കൂ അർച്ചന, ഇങ്ങനെ കൈരളിയോട് ദേഷ്യപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ വേണമെങ്കിൽ 2-3 ഉദാഹരണങ്ങൾ പറയാം. വി.ഡി. സതീശന് ചില സമയങ്ങളിൽ കൈരളിയോട് അലർജിയാണ്. കൈരളിയുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിതനാക്കാറുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ട്. മാത്യു കുഴൽനാടൻ കൈരളിയുടെ ചോദ്യങ്ങളോട് പൊട്ടിത്തെറിക്കാറുണ്ട്. ഒപ്പം തന്നെ പഴയൊരു ഗവർണർ ഉണ്ടായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മളോട് വലിയ തോതിൽ പൊട്ടിത്തെറിക്കാറുണ്ട്. ഈ പറയുന്നത് പോലെ അധിക്ഷേപങ്ങൾ ചൊരിയാറുണ്ട്. കെ സുരേന്ദ്രൻ പലപ്പോഴും കൈരളിയോട് അധിക്ഷേപങ്ങൾ ചൊരിയാറുണ്ട്. ഇതൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് കൊള്ളുന്നു എന്നതാണ്. മറ്റുള്ളവർ ചോദിക്കാത്ത ചോദ്യങ്ങളാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഈ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിൽ പോയി ഇങ്ങനെ സുരേഷ് ഏട്ടാന്നൊന്നും വിളിച്ചു നിൽക്കാൻ ശീലമില്ലെന്നേ. നമ്മളൊരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ രാജ്യത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക തന്നെ ചെയ്യും. അത് ഇനിയും അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അർച്ചന. അതുകൊണ്ടാണ് നമ്മളുടെ നേരെ ദേഷ്യപ്പെടുന്നത്.
തീർച്ചയായും മനു, അത് തന്നെയാണ് ചോദ്യങ്ങൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്താണ് ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മുടെ കടമയും. അതുതന്നെയാണ് ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ടറും നിർവഹിച്ചത്. അതായത് പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ രാജ്യത്തെ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കൈരളി റിപ്പോർട്ടർ ചോദിച്ചത്. അതായത് ജബൽപൂരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യം, അതാണ് അദ്ദേഹത്തിനെ അസ്വസ്ഥപ്പെടുത്തിയത്. എന്താണോ ഇത്തരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് അത് തന്നെയാണ് നമ്മൾ ചോദിച്ചതും. ആ ചോദ്യത്തോടാണ് അദ്ദേഹം വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നതെന്ന് ധാരണയുണ്ടോ, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ സൗകര്യമില്ല, അത്തരത്തിലായിരുന്നു. അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? മാത്രമല്ല ബി കെയർഫുൾ എന്നടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഭീഷണിയുടെ സ്വരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇതിനെതിരെയാണ് ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വാചക കസർത്ത്, അതായത് സംസ്കാരശൂന്യമായ വാചക കസർത്ത് നടത്തുന്ന സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കണമെന്നാണ് ഇത്തരത്തിൽ പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ എല്ലാം തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായപ്പോഴും ഇതേ രീതിയിൽ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചതാണ്. അന്ന് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പിന്നീടും അദ്ദേഹം ഇത്തരത്തിൽ വലിയ രീതിയിൽ അത് തുടരുന്നത് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാപ്പ് പോലും ചോദിക്കാത്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നല്ലത് തന്നെ, യൂണിയന്റെ ഒരു നിലപാട് ആ രീതിയിൽ പോകുന്നതിൽ സന്തോഷം. പക്ഷേ നോക്കൂ, മറ്റ് മാധ്യമപ്രവർത്തകരല്ല, മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിഷയത്തോട് സ്വീകരിച്ചൊരു സമീപനം ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സ്ഥിരമായി ഉണ്ടായിട്ടും ഇന്നലെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ ആ രീതിയിൽ ആ വാർത്തയുടെ ആ രീതിയിലുള്ള പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല എന്ന വിമർശനം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം വരിക എന്ന് കരുതുക? 24 മണിക്കൂർ ആഘോഷിക്കപ്പെടുമായിരുന്നില്ലേ ഇന്നലെ? സുരേഷ് ഗോപി ആയതുകൊണ്ട്, അദ്ദേഹം BJPയുടെ നേതാവായതുകൊണ്ട്, കേന്ദ്ര സഹമന്ത്രി ആയതുകൊണ്ട് ഇതൊന്നുമില്ല. അങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളെ കൂട്ടുകയേ ഉള്ളൂ. തീർച്ചയായും മനു, അത്തരം രീതികളെല്ലാം തന്നെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തൽ കുറേ കാലങ്ങളായി അദ്ദേഹം തുടരുന്നൊരു ശൈലിയാണ്. ആ ശൈലിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ പൊതുസമൂഹ വിമർശനം ഉന്നയിട്ടും കാര്യമായ ഒരു രീതിയിൽ അദ്ദേഹത്തെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഇത് ആവർത്തിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്. എല്ലാം തനിക്ക് പറ്റും, തന്നെ കൊണ്ട് അത് തന്നെ ആരും നിയന്ത്രിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അത് നിയന്ത്രണമില്ലാതെ പോകുന്നതും എന്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരനോടക്കം നമ്മൾ ഈ വിഷയം ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന രീതിയിലാണ് പ്രതികരണം. അത്തരത്തിൽ BJP നേതാക്കൾ പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാണ് BJP നേതാക്കളുടെ എല്ലാം പ്രതികരണം. അത്തരത്തിൽ യാതൊരു തരത്തിലും BJP നേതാക്കൾ പോലും ഇതിൽ പ്രതികരിച്ചില്ല എന്നതാണ് അതിൽ വസ്തുത. എന്തായാലും ഇന്ന് അദ്ദേഹം മുനമ്പത്തെത്തുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രധാനമായി ഉന്നയിക്കപ്പെടും. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറുപടി, എന്താണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മനു? ശരി, നമുക്ക് നോക്കാം എന്തായാലും അർച്ചന ഇന്നിപ്പോൾ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, താങ്ക് യു അർച്ചന. അർച്ചനയാണ് ഈ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് നൽകിയത്. ഈ അധിക്ഷേപങ്ങളൊന്നും ഞങ്ങൾക്ക് പുത്രിയല്ല കേട്ടോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഈ ചേമ്പലയുടെ പുറത്ത് വെള്ളം വീണാൽ അതിങ്ങനെ ഒഴുകി പോകാറില്ലേ, അതുപോലെയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചത്. അത്രയും വിലകളെ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ. ഓരോരുത്തരും അവരവരുടേതായ നിലവാരം, അവർ ശീലിച്ചു വന്ന ശീലങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ കാണിക്കുന്നതായിട്ട് മാത്രമേ നമ്മളിതിനെ കാണാറുള്ളൂ. അതല്ലാതെ നമ്മളിതിനെ ഉള്ളിലേക്ക് എടുക്കാറേയില്ല, അതങ്ങനെ വിട്ടുകളയുകയാണ് പതിവ്.